السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമ്മൾക്കൊക്കെ കാണാതെ അറിയാവുന്ന സ്ഥിരമായി ചൊല്ലാറുള്ള ഒരു പ്രാർത്ഥന, ചെറിയൊരു പ്രാർത്ഥനയാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലാൻ പഠിപ്പിച്ചതോ ചൊല്ലിയതോ ആയ പ്രാർത്ഥനകൾ അധികവും അങ്ങനെയാണ് ആരംഭിക്കുന്നത്. അല്ലാഹുമ്മ, അല്ലാഹുവേ. എന്നിട്ട് നമ്മളുടെ ആവശ്യം പറയുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ഇന്നക അഫുവ്വുൻ. ഇന്നക അഫുവ്വുൻ, തീർച്ചയായും നീ അഫുവാണ്. അഫുവ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് അഫുവ് ചെയ്യുന്നവൻ. അഫുവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാപ്പ് നൽകുക അല്ലെങ്കിൽ പുറത്തു കൊടുക്കുക എന്നൊക്കെ പറയാം. അത് ഞാൻ അല്പം വിശദമായി പറയാം. നീ അഫുവാണ്. അഫുവ് എന്നത് മുബാലഗയുടെ ഒരു രൂപം എന്ന് അതിന് പറയാം. അങ്ങേയറ്റം എന്നർത്ഥം കിട്ടുന്ന ഒരു രൂപമാണ്. അങ്ങേയറ്റം അല്ലെങ്കിൽ കൂടുതലായിട്ട് അഫുവ് ചെയ്യുന്നവനാണ്, പുറത്തു കൊടുക്കുന്നവനാണ് അല്ലെങ്കിൽ വിട്ടൊഴിച്ച് ചെയ്യുന്നവനാണ്. രണ്ടാമത് പറയുന്നത് തൊഹബ്ബു, നിനക്കിഷ്ടമാണ്. തൊഹബ്ബു, അഹബ്ബ, ഹബ്ബ്, യുഹിബ്ബു, തൊഹബ്ബു, നീ ഇഷ്ടപ്പെടുന്നു, നിനക്കിഷ്ടമാണ്, നീ ഇഷ്ടപ്പെടുന്നു. എന്തിന്? അൽ ആഫ് വ, അല്ല ആഫ്. അഫ് എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ പുറത്തു കൊടുക്കുക എന്നുള്ളത്. പുറത്തു കൊടുക്കുക എന്നുള്ളത്, മാപ്പാക്കുക എന്നുള്ളത് നിനക്ക് ഇഷ്ടമാണ്. ഇത് പറഞ്ഞതിന് ശേഷമാണ് നീ അങ്ങേയറ്റം മാപ്പാക്കുന്നവനാണ്. മാപ്പ് ചെയ്യുക എന്നുള്ളത്, മാപ്പാക്കുക എന്നുള്ളത് നിനക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ ആവശ്യം പറയുന്നത്. അതിങ്ങനെയാണ്: ഫഅഫു അന്നി. അതുകൊണ്ട് ഫഅഫു, എനിക്ക് അഫു തരണമേ. ആ പദത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് 3 തവണ വന്നിട്ടുള്ളത്. ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു. എനിക്ക് നീ അഫ്വ് തരണമേ, എനിക്ക് നീ മാപ്പാക്കി തരണമേ. അന്നി, എനിക്ക് നീ മാപ്പാക്കി തരണമേ. ഈ പ്രാർത്ഥന നേരിട്ട് പടച്ചവനോട് നമ്മളുടെ ആവശ്യം പറയാതെ, പടച്ചവനെ നീ അഫുവാണ്, ഇന്നക അഫുവുൻ, നിനക്ക് അഫു ഇഷ്ടമാണ്, തുഹിബ്ബുൽ അഫ്വ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആവശ്യം പറയുക എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയുടെ ഒരു രീതിയാണ്. അത്തരം പ്രാർത്ഥനകൾ കുറച്ചുകൂടെ സ്വീകാര്യമാണ് എന്ന പടച്ചവന്റെ വിശേഷണങ്ങളും നാമങ്ങളും ഒക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മളുടെ ആവശ്യങ്ങൾ പറയുക എന്നുള്ളത്. ഇത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച് പഠിച്ചൊരു പ്രാർത്ഥനയാണ്. അതായത് അവസാനത്തെ 10 വരാൻ പോണത്. റമദാനിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. തീർച്ചയായും നമ്മൾ ഇതുവരെ ഉള്ളതിനേക്കാൾ കൂടുതൽ ആരാധനാകർമ്മങ്ങളിൽ സജീവത കാണിക്കേണ്ട സമയമാണ്. ഒരിക്കലും അവസാനാകുമ്പോഴേക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ പുറകോട്ട് പോകാൻ പാടില്ല നമ്മൾ ആരാധനാകർമ്മത്തിൽ. പെരുന്നാളിന് വേണ്ടിയുള്ള പർച്ചേസുകളുടെ സമയമല്ല ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായാൽ ആരാധനകൾക്ക് വേണ്ടി ഒഴിഞ്ഞിരുന്ന സമയമാണ്. നമ്മൾക്കറിയാം, ഈ ഇഅ്തികാഫ് ഇരുന്ന സമയമാണ്. മറ്റെല്ലാം മാറ്റിവെച്ച് ഷദ്ദൽ മിഅ്സറ എന്ന് പറഞ്ഞതാണ്. മുറുക്കി കൊടുത്ത് ഭൗതികമായ സുഖങ്ങളിൽ നിന്ന് കുറേയൊക്കെ മാറി നിന്ന് കുടുംബത്തെയും കൂടെ ചേർത്ത് അവരെയൊക്കെ ഉണർത്തി രാത്രി ഉറങ്ങാതെ സജീവമാക്കി പ്രാർത്ഥനയിലും നമസ്കാരത്തിലുമൊക്കെ കഴിഞ്ഞുകൂടിയ സമയമാണ്. കർമ്മങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കുക അവസാനം എങ്ങനെയുണ്ടായിരുന്നു എന്ന് നോക്കിയ. അവസാനം എങ്ങനെ അവസാനിപ്പിക്കുന്ന സമയത്ത്, അവസാനത്തിലേക്ക് കടക്കുന്ന സമയത്ത് നഷ്ടം സംഭവിക്കാൻ പാടില്ല. തുടക്കത്തിലൊക്കെ നല്ല കൊളത്തിൽ പോയി ലാസ്റ്റ് കൊണ്ടുപോയിട്ട് ചെയ്യാൻ പാടില്ല, പിറകോട്ടായി പോകാൻ പാടില്ല. അത് പരാജയമായിരിക്കും. അതുകൊണ്ട് സജീവമാകേണ്ട സമയം. അങ്ങനെ അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അതെന്താ വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദറിന്റെ രാത്രി, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞ ദിവസങ്ങൾ കൂടെയാണ് അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ
ഖുർആൻ ഇറങ്ങിയ രാത്രിയാണ്, നമ്മൾക്കറിയാം. അതിനെ നമ്മൾ അനുസ്മരിക്കുക അല്ല ചെയ്യുന്നത്, അത് ആവർത്തിച്ച് വീണ്ടും വരികയാണ്. ആവർത്തിച്ച് ഓരോ കൊല്ലവും ഉണ്ട് ലൈലത്തുൽ ഖദർ. മലക്കുകൾ ഇറങ്ങുന്നതും അന്ന് സമാധാനമാണ് എന്ന് പറഞ്ഞതുമൊക്കെ ആയിട്ടുള്ള രാത്രി 1000 മാസങ്ങളെക്കാൾ ഹൈറാണെന്ന് പറഞ്ഞിട്ടുള്ള രാത്രി, അത് എല്ലാ വർഷവും ഉണ്ട് റമദാനിൽ. ഈ വർഷവും വരും. 1000 മാസങ്ങളെക്കാൾ ഹൈർ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള ആ രാത്രി, അതിനെ മുതലാക്കാൻ കഴിയുന്നവനാ യഥാർത്ഥ ബുദ്ധിമാൻ, അവനാ വിജയി. അതുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ അറിഞ്ഞു എന്ന് വിചാരിക്കുക, ഇത് ഖദറിന്റെ രാത്രിയാണെന്ന്. അങ്ങനെ അറിഞ്ഞാൽ, കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടില്ല ഏത് രാത്രിയാണെന്ന് നമ്മൾക്കറിയില്ല. പക്ഷേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ അങ്ങനെ അറിഞ്ഞാൽ ഞാൻ എന്താ പ്രവാചകരെ, റസൂലെ, അള്ളാന്റെ റസൂലെ ഞാൻ പറയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തതാണ്, ഖൂലി, നീ ഇങ്ങനെ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തതാ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അഫു എന്ന് പറയുന്നത് മഗ്ഫിറത്തല്ല, രണ്ടും രണ്ടാണ്. അടുത്തടുത്ത പദങ്ങളാണെങ്കിലും മഗ്ഫിറത്ത് നമ്മൾ പുറത്തു കൊടുക്കാന്നാ പറയാറുള്ളത്. അഫു എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തു കൊടുക്കാന്നാ പറയുന്നത്. ഫഅഫു വസ്ഫഹു എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ അഫു ചെയ്യണം, സഫഹ ചെയ്യണം. എന്നിട്ട് ഖുർആൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണം, നിങ്ങൾക്ക് ഇഷ്ടമല്ലേന്ന്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അഫ്വു ചെയ്യണം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സഫഹ ചെയ്യണം. എന്താ അഫ്വും സഫഹും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ പടച്ചോൻ എന്ത് തരും? പടച്ചോൻ മഗ്ഫിറത്ത് തരും. അഫ്വ് ചെയ്യാന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മളോട് ഒരാൾ തെറ്റ് ചെയ്തു, നമ്മൾ അഫ്വ് ചെയ്യണം. അഫ്വ് ചെയ്യാന്ന് പറഞ്ഞാല് ആ പിന്നെ അതിനുള്ള ആ തെറ്റിനുള്ള ശിക്ഷ ചിലപ്പോൾ നൽകും, അല്ലെങ്കിൽ പ്രതിക്രിയ ചെയ്യും. പ്രതിക്രിയ ചെയ്തിട്ട് അതങ്ങ് ഒഴിവാക്കും. അതിനെയാണ് സാധാരണ അഫ്വ് എന്ന് പറയാറുള്ളത്. പിന്നെ അതില്ല, പിന്നെ അത് വിട്ടു, നമ്മൾ വിട്ടു. ആ കുറ്റത്തിന് ആക്ഷേപമുണ്ട്, ആ ആക്ഷേപം കഴിഞ്ഞു, അല്ലെങ്കിൽ അത് ശിക്ഷിക്കപ്പെട്ടു, എന്നിട്ടല്ലെങ്കിൽ പ്രത്യുപകാരം അല്ല പ്രതിക്രിയ ചെയ്തു, അല്ലെങ്കിൽ കഫാറത്ത് സ്വീകരിച്ചു, അതാണ് ഒഴിവാക്കി. അതാണ് അഫ്വ് എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ പാടി നടക്കാതിരിക്കുക എന്നുള്ളതാണ്, അത് പ്രചരിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അഫ്വ് ചെയ്യുക, വിട്ടാണ്. സഫഹ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഉയർന്നൊരു സാധനമാണ്. അതായത് നിങ്ങൾ അതിനുള്ള പ്രതിക്രിയ ചെയ്യാതെ, ശിക്ഷ നടപ്പിലാക്കാതെ അങ്ങ് ഒഴിവാക്കുക എന്നുള്ളതാണ്, ഒന്നുമില്ലാതെ അങ്ങ് ഒഴിവാക്കുക എന്നുള്ളതാണ്. മഗ്ഫിറത്ത് എന്ന് പറയുന്നത് അതിനുള്ള ശിക്ഷയും ഇല്ല, അങ്ങ് ഒഴിവാക്കി, മാത്രമല്ല എന്തെങ്കിലും ഫضല് നൽകുക എന്നുള്ളതാണ്. അധികമായിട്ട് എന്തെങ്കിലും പടച്ചോൻ എങ്ങനെ ചെയ്യുക? പടച്ചോൻ പാപങ്ങളെ നന്മകളാക്കി മാറ്റും. സൂറത്തുൽ ഫുർഖാനിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പാപങ്ങളെ നന്മകളാക്കി മാറ്റും. ഖേദം തോന്നുക, പടച്ചോന് മാപ്പ് ചോദിക്കാതൊക്കെ പറഞ്ഞ പടച്ചോനെ അത് ശിക്ഷിക്കൂല, അതങ്ങ് ഒഴിവാക്കുന്നു. മാത്രമല്ല പടച്ചോൻ ആ മാനസികാവസ്ഥക്ക് കൂലി തരും, ആ ചെയ്ത പണിക്ക് പടച്ചോൻ കൂലി തരുന്ന, അതാണ് മഗ്ഫിറത്ത് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത്, നമ്മൾ പടച്ചവനോട് ചോദിക്കുന്നത് എന്താ? അഫ്വാണ് ചോദിക്കുന്നത്. പടച്ചവനെ മാപ്പാക്കി തരണേ, വിട്ടു തരണമേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, നീ അങ്ങേയറ്റം അഫു ചെയ്യുന്നവനാണ്. അഫു ചെയ്യുക എന്നുള്ളത് നിനക്ക് ഇഷ്ടമാണ്. തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ റമദാനിന്റെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾക്കിത് കൂടുതലായിട്ട് പടച്ചവനോട് ചോദിക്കാൻ കഴിയണം. റമദാൻ കഴിയുമ്പോഴേക്ക് പാപക്കറകളിൽ നിന്ന് മോചിതരാകാൻ നമ്മൾക്ക് കഴിയണം. മനസ്സ് ശുദ്ധമാകണം, ഇല്ലെങ്കിൽ നഷ്ടാണിത്, റമദാൻ നഷ്ടാണ്. അതുകൊണ്ട് ഇനിയുള്ള സമയങ്ങളിൽ നിരന്തരം പടച്ചവനോട് ഇത് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പ്രാർത്ഥന വന്നിരിക്കുന്നത് ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നത്, ഇബ്നു മാജ, അഹ്മദ്, നസായി ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ജാമിഅ തിർമിദിയിൽ വന്ന ഹദീസിൽ ഇന്നക അഫുവുൻ കരീമുൻ എന്നുകൂടെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ സ്വീകാര്യമായ ഹദീസ് എന്ന് പറയുന്നത് കരീം എന്ന് പറയുന്ന പ്രയോഗം ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥന എടുത്തിട്ടുള്ളത്. പടച്ചതമ്പുരാൻ കൂടുതലായിട്ട് ഈ തേട്ടം നിരന്തരം നിർവഹിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.